നമസ്കാരം. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ഇന്നലെ എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനത്തിൽ വിവാദം കൊഴുക്കുകയാണ്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലുള്ള പ്രമുഖർ ഇന്നും പ്രതികരണവുമായി രംഗത്തെത്തി. വിമർശനം പിണറായി വിജയനെതിരെയാണോ എന്നതിലാണ് വ്യത്യസ്ത അഭിപ്രായം ഉയർന്നത്. വിഷയത്തിൽ കക്ഷി ചേരേണ്ടതില്ല എന്ന നിലപാടിലാണ് CPIM. 24 റിപ്പോർട്ടർ വിനീത വിജിയുടെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി നടപടി ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാന വാർത്തയാണ്. 20 ദിവസം കഴിഞ്ഞിട്ടും തെളിവ് ഹാജരാക്കാൻ കഴിയാത്ത പോലീസ് കൂടുതൽ സമയം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. കൈവിട്ട് കേസ് പ്രതി സവാദുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കണ്ണൂരിൽ താമസിച്ച ഇടങ്ങൾ, ആരുടെയൊക്കെ സഹായം ലഭിച്ചു എന്നതിന്റെയൊക്കെ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു NIA. അങ്ങനെ ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. സ്വാഗതം. എം ടി വാസുദേവൻ നായരുടെ വിമർശനവുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വിമർശനം, വിവാദം, വിശദീകരണം. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം ടി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ വിവാദം തുടരുകയാണ്. ഇന്നിപ്പോൾ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ പ്രതികരണങ്ങൾ വന്നു. സാഹിത്യരംഗത്തു നിന്നുള്ള ഒട്ടേറെ ആളുകളുടെ പ്രതികരണങ്ങൾ, ഒപ്പം രാഷ്ട്രീയ മേഖലയിൽ സാംസ്കാരിക രംഗത്തു നിന്നൊക്കെയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ വന്നു. ആദ്യം നമ്മൾ ആ പ്രതികരണങ്ങളിലേക്കാണ് കടക്കുന്നത്. KLF വേദിയിൽ ചിലത് പറയുമെന്ന് MT നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്ന് എഴുത്തുകാരൻ NE സുധീർ പറഞ്ഞു. രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നയാളാണ് MT. കേരളവും മുന്നിൽ കണ്ടാണ് പ്രസംഗം. MTയെക്കുറിച്ച് അറിയാത്തവരാണ് സംശയിക്കുന്നതെന്നും NE സുധീർ 24നോട് പറഞ്ഞു. ആർക്കെതിരെയാണെന്നുള്ളത് MT പറഞ്ഞത് കൃത്യമാണ്. ഇത്തരം സമാന സ്വഭാവങ്ങളോടുകൂടി ഭരണത്തെ നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അത് സ്വീകരിക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞതൊരു പ്രത്യേക രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ചാണ്. ആ പ്രക്രിയയോട് ചേർന്ന് നിൽക്കുന്നവർക്കത് അവരവരെന്താണ് തോന്നുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ ഭരണാധികാരികളെയൊക്കെ നോക്കുമ്പോൾ അത് ഇത് MT ഇവർക്കെതിരെയാണല്ലോ പറഞ്ഞു തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അവരെല്ലാം അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. MT പറഞ്ഞ വാചകം തന്നെ ആത്മപരിശോധനയ്ക്കുള്ള ഏറ്റവും വലിയ സമയമാണ്. അത് MTയിൽ നിന്നുണ്ടായി എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമൂഹം ഏറ്റെടുക്കുന്നത്. എന്നാൽ കേരള സന്ദർഭത്തിലേക്ക് MTയുടെ വിമർശനം ചുരുക്കേണ്ട എന്നായിരുന്നു കവി സച്ചിദാനന്ദന്റെ പ്രതികരണം. പ്രസ്താവന വ്യക്തിയുമായി ബന്ധപ്പെട്ടാണെന്ന് പറയാൻ കഴിയില്ല. ദാർശനിക പ്രസ്താവന എന്ന നിലയ്ക്ക് MT പറഞ്ഞത് ശരിയാണെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. വ്യക്തിയെ മാത്രമല്ല, പൊതുവെയുള്ള ആഗോള സന്ദർഭം, ദേശീയ സന്ദർഭം, ഒരുപക്ഷെ കേരള സന്ദർഭം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രം വ്യാഖ്യാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു പ്രസ്താവമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു ഭൗതിക സാന്നിധ്യം കൊണ്ട് മാത്രം അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണെന്നുള്ള വ്യാഖ്യാനം, അതൊരു വ്യാഖ്യാനമാണ്. പലതരത്തിൽ നിങ്ങൾ വ്യാഖ്യാനിക്കാം. അതൊരു സാധ്യമായ ഒരു വ്യാഖ്യാനമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ആ രീതിയിൽ മാത്രമാണ് വ്യാഖ്യാനിക്കേണ്ടത്. അതിനെ ഇന്നത്തെ ദേശീയ സന്ദർഭത്തിൽ കാണേണ്ടതില്ലേ, സാർവദേശീയ സന്ദർഭത്തിൽ കാണേണ്ടതില്ലേ മുതലായ ചോദ്യങ്ങളും അത്ര തന്നെ പ്രധാനമായിട്ടാണ് ഞാൻ കാണുന്നത്. MT പറഞ്ഞത് ഗൗരവമായ വിഷയമെന്ന് എഴുത്തുകാരൻ സക്കറിയ പറഞ്ഞു. രാഷ്ട്രീയമായും മതപരമായും വീരാരാധനയുള്ള മണ്ടൻ സമൂഹമാണ് നമ്മുടേത്. വ്യക്തിപൂജയ്ക്ക് ശിശുക്കൾ പോലും എതിരാണെന്നും രാഷ്ട്രീയ ചർച്ചയ്ക്ക് താത്പര്യമില്ലെന്നും സക്കറിയ പറഞ്ഞു. MTയുടെ പ്രസംഗം ജനപ്രതിനിധികളെ വിലയിരുത്താനുള്ള ആഹ്വാനം എന്നായിരുന്നു എഴുത്തുകാരി സാറ ജോസഫിന്റെ പ്രതികരണം. MT ഇത് പറഞ്ഞു, ഞാനത് വായിച്ചു. എനിക്ക് ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ. ഇതിപ്പോൾ എനിക്കൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കടക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. വീരാരാധന എല്ലായിടത്തും പ്രശ്നമാണ്. അങ്ങനെയാണ് മിസ്റ്റർ ഹിറ്റ്ലർ ഉണ്ടായത്. അതല്ലെന്ന് ശിശുക്കൾക്ക് പോലും അറിഞ്ഞുകൂടെ? കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് പൗരനും ആരെയും എന്തിനേയും വിമർശിക്കാനുള്ള അധികാരമുണ്ട്. അതിവിടെയുള്ള ആരും ചെയ്യുന്നില്ല. അവർ പാർട്ടികളെ പറ്റിയുള്ള വീരാരാധനകളും മാധ്യമങ്ങളെക്കുറിച്ചുള്ള വീരാരാധനകളും മറ്റ് ജാതി മതം ഇതിനെപ്പറ്റിയുള്ള വീരാരാധനകളിൽ പെട്ടുകിടക്കുന്ന ഒരു മണ്ടൻ സമൂഹമാണ് നമ്മൾ. അതിൻ്റെ മാത്രം പ്രശ്നമാണ്. MTയുടെ പ്രസംഗത്തെ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര ഭരണകൂടവും എന്ത് രീതിയിലുള്ള അധികാര പ്രയോഗമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയാണ്, ഏതെങ്കിലും വ്യക്തികളുടെ നേർക്ക് അതിനെ ലളിതവൽക്കരിച്ച് പായിച്ചു കളയരുത്. നമ്മൾ ഈ വാർത്തയുടെ വിശദാംശത്തിലേക്കും നമ്മുടെ പ്രതിനിധികളിലേക്കുമൊക്കെ എത്തും. അതിനു മുൻപായി ഇപ്പോൾ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. പാലം തുറക്കുന്നതോടെ മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്കുള്ള യാത്ര 2 മണിക്കൂറിൽ നിന്ന് 20 മിനിറ്റായി ചുരുങ്ങും. യാഥാർത്ഥ്യമാകുന്നത് ലോകത്തിലെ 12ാമത്തെ ഏറ്റവും നീളം കൂടിയ പാലമാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം,
പല വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടൽ സേതു കടൽപ്പാലം എന്നുള്ളത്. എന്താണ് വിവരങ്ങൾ? അനുജ, അല്പസമയം മുമ്പാണ് രാജ്യത്തിന്റെ തന്നെ അഭിമാനമായി മാറുന്ന ഈ അടൽ സേതു കടൽപ്പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ആണ് ഇത്. മുംബൈയെയും നവി മുംബൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ കടൽപ്പാലം 22 കിലോമീറ്റർ നീളത്തിലാണ്. 6 വരി പാതയാണ് ഈ കടൽപ്പാലത്തിന് ഉള്ളത്. താനെ കടലിടുക്കിന് മുകളിലായി മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിക്കുന്ന പാത. ഇതിൽ 16 കിലോമീറ്ററോളം കടലിന് മുകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 15 മീറ്റർ ഉയരത്തിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് പാലത്തിനടിയിലൂടെ അനായാസം കടന്നുപോകാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രതിദിനം 75,000 വാഹനങ്ങൾക്ക് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ ഈ പാലത്തിലൂടെ കടന്നുപോകാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഏതാണ്ട് 1,77,903 മെട്രിക് ടൺ സ്റ്റീലും 50,425 മെട്രിക് ടൺ സിമന്റും ഈ പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണിത്. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. 2015 ഈ പാലത്തിന്റെ തറക്കല്ലിടൽ നിർവഹിക്കുന്നത്. അതിനുശേഷം 2016 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും കോവിഡ് മഹാമാരിയെ തുടർന്ന് നിർമ്മാണം അല്പസമയം മന്ദഗതിയിലായിരുന്നു. എന്നാൽ ഈ പാലത്തിന്റെ നിർമ്മാണത്തിലുള്ള മറ്റ് പ്രത്യേകതകൾ പരിഗണിക്കുമ്പോൾ അതിവേഗം തന്നെയാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഗതാഗത മേഖലയിലും ഒട്ടേറെ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഈ പാലത്തിന് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുജ, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. ഇതോടെ യാത്രയ്ക്കെടുക്കുന്ന സമയം നവി മുംബൈയിൽ നിന്ന് പോകാനുള്ള യാത്രാ സമയമൊക്കെ വളരെ കുറയും എന്നുള്ളതാണ്. 2 മണിക്കൂർ എന്നുള്ളത് 20 മിനിറ്റ് എന്ന തരത്തിലേക്ക് കുറയും. അങ്ങനെ ഒട്ടേറെ വികസന പദ്ധതികൾ ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് അടൽ സേതു കടൽപ്പാലം. നമ്മൾ ആദ്യ വാർത്തയിലേക്ക് തിരികെ പോകുന്നു. MT വാസുദേവൻ നായർ നടത്തിയ വിമർശനം, അതിന്മേലുള്ള വിവാദം കൊഴുക്കുന്നു. ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും CPIMന്റെ ഭാഗത്തു നിന്ന് ഇതിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതിൽ LDF കൺവീനറുടെ പ്രതികരണം ഇന്നും അദ്ദേഹം ആവർത്തിക്കുന്നത് ഇത് കേന്ദ്രത്തിനെതിരായുള്ള വിമർശനമാണ് എന്നുള്ളതാണ്. പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും സജി ചെറിയാനും പറഞ്ഞു. ആ പ്രതികരണങ്ങളിലേക്ക്. MD തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അടിസ്ഥാനമാക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. എന്തിനാണ് അദ്ദേഹത്തെ പോലെ സാംസ്കാരിക രംഗത്തെ, സാഹിത്യ രംഗത്തെ ഒരു വലിയ വയോവൃദ്ധനായിട്ടുള്ള ഒരു വലിയ നേതാവ്, എന്തിനാ അദ്ദേഹത്തെയൊക്കെ വീണ്ടും വീണ്ടും വിവാദത്തിലേക്ക് വലിച്ചിഴച്ച് വേണ്ടാത്ത വിവാദമുണ്ടാക്കുന്നത്? MTയെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രാധാന്യം, സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലുകളൊക്കെ പറഞ്ഞു. MT പ്രസംഗം കഴിഞ്ഞ് അവിടെ ഇരുന്നു. മുഖ്യമന്ത്രിയുമായും സന്തോഷത്തോടുകൂടി സംസാരിച്ചു, ഞങ്ങളോടൊക്കെ സംസാരിച്ചു. എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ചാനലിൽ എഴുതി കാട്ടുന്നു മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് MT, മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് MT. ഇതാണ് എഴുതി കാട്ടുന്നത്. നോക്കണം നിങ്ങൾ, ഇത് മാധ്യമ പ്രവർത്തന രീതിയാണ്. ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറയാം, ഞാൻ കേരളത്തിലെ സർക്കാരിനെതിരെ പറയാം എന്ന് MT അവിടെ വിളിച്ചയാളോട് പറഞ്ഞു എന്നാണ് പറയും. MD തന്നെ നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തല്ല പറഞ്ഞത്. മാത്രമല്ല അങ്ങനെ MD അങ്ങനെ ഉദ്ദേശിക്കേണ്ട കാര്യവുമില്ല. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനനേതാവാണ്. അപ്പോൾ ഒരിക്കലും MD അങ്ങനെ ഉദ്ദേശിക്കില്ല. അദ്ദേഹം ഒരു പ്രസംഗത്തിലൊരു പരാമർശം നടത്തി, അത് ആരെപ്പറ്റി ആർക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷേ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പറ്റം മാധ്യമങ്ങളുടെ ഒരു പരിശ്രമം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഇന്ന് വന്നിട്ടുണ്ട്. അതിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്ന ചില പ്രതികരണങ്ങളിലേക്കാണ് ഇനി. മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകർ MTയുടെ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. MTയുടെ വാക്കുകൾ ചിലർ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചുവെന്ന് VD സതീശൻ പറഞ്ഞു. വിമർശനം മനസ്സിലാകാഞ്ഞിട്ടല്ല, കാര്യം പറഞ്ഞാൽ പണി പോകുമെന്ന പേടിയാണ് EP ജയരാജനെന്ന് K മുരളീധരൻ MP കുറ്റപ്പെടുത്തി. അദ്ദേഹം മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറഞ്ഞ മൂർച്ചയേറിയ വാക്കുകൾ
ഒരു കാരണവശാലും ബധിരകർണങ്ങളിൽ പതിക്കരുതെന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. കാരണം കാലത്തിൻ്റെ ചുവരെഴുത്താണ് അദ്ദേഹം വായിച്ചത്. ഈ കാലം ആവശ്യപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അധികാരം എങ്ങനെ ദൂഷിപ്പിക്കുന്നു മനുഷ്യനെ, അധികാരം അഹങ്കാരത്തിലേക്കും ധാർഷ്ട്യത്തിലേക്കും എങ്ങനെ പോകുന്നു, പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നു, പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നു, അതിനെ അടിച്ചമർത്തുന്നു, ക്രൂരമായ മർദ്ദന മുറകൾ സംസ്ഥാനത്ത് എമ്പാടും അഴിച്ചുവിടുന്നു. ഇതൊക്കെ കണ്ട് MTയെ പോലുള്ള ഒരാൾ പ്രതികരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ സാഹിത്യകാരന്മാർ വരെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ MTയുടെ പ്രസംഗം. അത് വളരെ അർത്ഥവത്താണ്. അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് എന്തുമാത്രം മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ്. എഴുത്തും വായനയും അറിയാവുന്നവർക്കൊക്കെ അത് കേട്ടാൽ മനസ്സിലാവും. EP ജയരാജന് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി പോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്ന് മാറ്റി പറഞ്ഞു. എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഇനി മോഡിയെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല, പക്ഷേ ഫലത്തിൽ പിണറായിനെയാണ് ആദ്യം ഉദ്ദേശിച്ചത്. അത് മോഡിക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്പസമയം മുൻപാണ് എഴുത്തുകാരൻ NS മാധവന്റെ കൂടി പ്രതികരണം വന്നത്. അദ്ദേഹം പറഞ്ഞത് MT വിമർശിച്ചത് CPIഎമ്മിനെയും സർക്കാരിനെയും എന്നാണ്. CPIഎമ്മിന് MT ഒരുക്കിയത് വലിയൊരു അവസരമാണ്. വിമർശനം ഉൾക്കൊണ്ട് ആത്മപരിശോധന നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് NS മാധവൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കൂടി കേൾക്കാം. MT പറയാതെ പോയ കാര്യങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷത്തോളം തന്നെ ശക്തമായ ഒരു കോൺഗ്രസ് ഉണ്ട്, വളർന്നു വരുന്ന BJP ഉണ്ട്. ഇവരെക്കുറിച്ച് പരാമർശിക്കാതെ ഇടതുപക്ഷത്തെ മാത്രം ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് ഇടതുപക്ഷം ആത്മപരിശോധന ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. MT പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്, അത് ആത്മപരിശോധന ചെയ്യണമെന്ന്. ഇതൊരു വലിയ അവസരമാണ് MT ഒരുക്കിയിട്ടുള്ളത്. ഈ വാർത്തയുടെ വിലയിരുത്തലുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ദീപക് ധർമ്മടവും ഷഫീദ് റാവുത്തറും തത്സമയമുണ്ട്. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക്, ഇതിപ്പോൾ ഇന്നലെ മുതൽ തുടങ്ങിയ പ്രതികരണങ്ങളാണ്. ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു. അതും സാഹിത്യ മേഖലയിൽ നിന്നൊക്കെയുള്ള ഏറ്റവും പ്രമുഖരുടേതടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുകയാണ്. അഭിപ്രായ വ്യത്യാസമുണ്ട് ഇതിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം പേരും പറയുന്നത് ഈ വിമർശനം പിണറായി വിജയനെതിരെയാണ്, ഇടതുപക്ഷത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് തന്നെയാണ്. ഏത് തരത്തിലാണ് ചേരിതിരിഞ്ഞ് വിഷയത്തിൽ അഭിപ്രായ രൂപീകരണം ഉണ്ടാകുന്നത്? അനുജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MT ഇപ്പോഴും ഇതിൽ ഒരു വിശദീകരണത്തിന് വ്യക്തമായി തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. MTയുടെ ഈ മൗനം ഏറെ വാചാലമാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഇതിലെ ഒരു പ്രധാന കാര്യം, MT ഇന്നലെ മുഖ്യമന്ത്രിയെ ഇരുത്തി പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ സ്വാഭാവികമായും അത് CPഎമ്മിനെയും ഇടതു സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ലക്ഷ്യം വെച്ചാണെന്ന വ്യാഖ്യാനത്തിന് തന്നെയാണ് പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ NS മാധവൻ വരെ അത് പറയുകയും ചെയ്തു. ഇത് സാഹിത്യ രംഗത്ത് നടക്കുന്നതാണ്. NS മാധവൻ പറയുന്നു, സക്കറിയ പറയുന്നു, സുധീർ മാഷ് പറയുന്നു, ഇതൊക്കെ. പക്ഷേ എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയമായ ചർച്ചയായി മാറുന്നത് പ്രതിപക്ഷ നേതാവും K മുരളീധരനും ഉൾപ്പെടെ ഇത് മുഖ്യമന്ത്രിയെ ആഞ്ഞടിക്കാൻ വേണ്ടിയുള്ള ഉപകരണമായി MTയുടെ ഈ KLFലെ പ്രസംഗത്തെ ഉപയോഗിക്കുന്നു. അതായത് ഒരു സ്വകാര്യ പരിപാടി, സർക്കാരിന്റെ ധനസഹായമുള്ള പരിപാടിയാണ് KLF, DC ആണ് സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ച വേദിയിലാണ്, അഥവാ ഇത് ശരിയാണെങ്കിൽ സർക്കാരിനെതിരായ ഒരു വിമർശനം MT നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, MTയുടെ ഈ പ്രസംഗത്തിന് ശേഷം അത് 24 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയായി സാഹിത്യ രംഗത്ത് രണ്ട് ചേരി തിരിഞ്ഞുള്ള ചർച്ച നടക്കുന്നു. പക്ഷേ ഈ വേളയിൽ ഇന്ന് MTയുടെ വീട്ടിൽ ഞാൻ പ്രതികരണത്തിന് വേണ്ടി പോയിരുന്നു, പക്ഷേ MT പ്രതികരിക്കുന്നില്ല എന്ന നിലപാടാണ് അറിയിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഈ മൗനത്തിന് ഏറെ വാചാലമായ ഒരു വലിയ ഭാഷ്യമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മാത്രവുമല്ല, CPIഎം ഈ ചർച്ചയിൽ ഇനി തുടർന്നുള്ള പ്രതികരണം നടത്തേണ്ടതില്ല എന്ന തീരുമാനം കൂടി എടുക്കുമ്പോൾ ഈ പ്രതികരണത്തിന്റെ ഗ്രാവിറ്റി, അതിന്റെ ആഘാതം വളരെ വലുതാണ് എന്ന ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ നമുക്ക് നടത്താനാകും. സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും MTയുടെ KLF പ്രസംഗം ഒരു വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ആ ഇതിലിപ്പോൾ ഒരു കാര്യം കൂടി ദീപക്, ഇന്നലെ തന്നെ ദേശാഭിമാനിയുടെ ഒരു വിശദീകരണം നമ്മൾ കണ്ടിരുന്നു. അതിൽ MT പറഞ്ഞു എന്ന തരത്തിലേക്ക് തന്നെയാണ് ദേശാഭിമാനി ആ വാർത്ത നൽകിയിട്ടുള്ളത്. വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ അല്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നൊരു റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. എന്നാൽ പക്ഷേ ആ തരത്തിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അത് മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ടോ? ഇപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ച സുധീറൊക്കെ പറയുന്ന ആ തരത്തിലേക്ക് അല്ലല്ലോ.
എൻ ഇ സുധീർ പറയുന്നത് മറ്റൊരു ഭാഷ്യമാണ്. എൻ ഇ സുധീർ ഈ പ്രസംഗത്തിന് ശേഷം MTയുമായി സംസാരിച്ചതിൽ MT കേരള സർക്കാരിനെയാണ് ഉദ്ദേശിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും അതിലൊരു വിശദീകരണം നൽകേണ്ടത് MTക്ക് മാത്രമാണ് സാധിക്കുകയുള്ളൂ. താൻ ഉദ്ദേശിച്ചത് കേന്ദ്ര സർക്കാരിനെയാണ് എന്നോ അല്ലെങ്കിൽ പൊതു സാഹചര്യമാണെന്നോ 2003 തൃശൂർ കറണ്ട് ബുക്സ് പുറത്തിറക്കിയ ഒരു പുസ്തകത്തിൽ MTയുടെ ലേഖനത്തിൽ ഇതേ ഭാഷ്യം തന്നെ ഏതാണ്ട് ഇതേ പദാവലി EMSനെ കൂടി അനുസ്മരിച്ചുകൊണ്ട് EMSന്റെ കാലത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം ഈ കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇത് മുഖ്യമന്ത്രിയുടെ വേദിയിൽ വെച്ച് പറയുമ്പോൾ അതിന് മറ്റൊരു രാഷ്ട്രീയമാനമുണ്ട്. പ്രത്യേകിച്ചും ആ പ്രസംഗത്തിന് ശേഷം ഇത്രയും വലിയ രാഷ്ട്രീയ വിവാദമുണ്ടായ സാഹചര്യത്തിൽ MT പ്രത്യേകിച്ചും ഈ സുധീർ കുമാർ വളരെ കൃത്യമായി MTയോട് സംസാരിച്ചിട്ട് താൻ പറയുന്നു എന്ന് കൂടി പറഞ്ഞ സാഹചര്യത്തിൽ ഈ KLF ഒരു വിവാദത്തിന് ഇടയാക്കിയ സാഹചര്യത്തിൽ MTയുടെ ഒരു വിശദീകരണം സ്വാഭാവികമായും ഉണ്ടാകേണ്ടതാണ്. അത്തരം ഒരു വിശദീകരണത്തിന് MT പൊതുമാധ്യമങ്ങളിൽ ഒരു വിശദീകരണത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതിന് ഈ വ്യാഖ്യാനങ്ങൾ നൽകുന്നവർക്ക് കൂടുതൽ അവസരമൊരുക്കുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അനുജ, ശരി, അതാണ്. എന്തായാലും MT വാസുദേവൻ നായരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലേക്കൊരു വിശദീകരണം ഇനി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം എന്നും എനിക്ക് തോന്നുന്നില്ല. ഷഫീദ് റാവുത്തറിലേക്ക് കൂടി പോകുന്നു. ഷഫീദ്, ഇപ്പോൾ CPIM അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ചില പ്രതികരണങ്ങളൊക്കെ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നുണ്ട്. EP ജയരാജൻ, അതിനുശേഷം ഇന്നിപ്പോൾ മന്ത്രിമാരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നു. ഇവിടെ ഈ ദീപക് പറഞ്ഞതുപോലെ 2003 എഴുതിയൊരു പുസ്തകം, ആ ലേഖനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. നിലവിലെ സാഹചര്യവുമായി അതിനെ ബന്ധപ്പെടുത്തേണ്ടതില്ല, ഇനി ഈ വിഷയത്തിൽ കക്ഷി ചേരേണ്ടതില്ല, അങ്ങനെ ആ വിവാദത്തെ ഇനി തള്ളിക്കളയുന്നു എന്ന തരത്തിലേക്കുള്ള നിലപാടിൽ CPIM എത്തിച്ചേരുകയാണോ? അനുജ, KLF വേദിയിലെ MD വാസുദേവൻ നായരുടെ പ്രസംഗം അത് CPM കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം MDയെ പോലൊരു വലിയ സാംസ്കാരിക നായകൻ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ അത്തരമൊരു രാഷ്ട്രീയ വിമർശനം നടത്തുമ്പോൾ അത് സ്വാഭാവികമായും CPMനെതിരെ തിരിയും എന്നുള്ള ബോധ്യം CPMന് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് LDF കൺവീനർ EP ജയരാജൻ, മന്ത്രി PA മുഹമ്മദ് റിയാസ്, മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തരത്തിലുള്ള പ്രതിരോധം അത് പ്രതികരണത്തിന്റെ രൂപത്തിൽ ഇന്ന് നടത്തുകയും ചെയ്തത്. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയായി. അതിൽ സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്ന വിലയിരുത്തൽ ഇങ്ങനെയാണ്. അതായത് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി MD പറഞ്ഞതിൽ പുതുമയൊന്നുമില്ല. ഇതേ കാര്യം മുൻപും MD എഴുതിയിട്ടുണ്ട്. EMSനെ അനുസ്മരിച്ച വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു ലേഖനം, ആ ലേഖനം 2 പുസ്തകങ്ങളുടെ ഭാഗമാണ്. ഉള്ളടക്കത്തിലുള്ളത് ചെറിയ വ്യത്യാസം മാത്രം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ വിവാദത്തിൽ കക്ഷി ചേരേണ്ട കാര്യമില്ല എന്ന് CPM വിലയിരുത്തുകയും അങ്ങനെ ഒരു സേഫ് നിലപാട് CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിനെതിരെ പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കുമോ എന്നുള്ള ഭയം, അത് സ്വാഭാവികമായും CPMനെ സംബന്ധിച്ചിട്ടുണ്ട്. VD സതീഷിന്റെ അടക്കം പ്രതികരണം നമ്മൾ കേട്ടതാണ്. അദ്ദേഹം അടക്കം പറഞ്ഞത് കാലം ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രതികരണം അത് MD നടത്തി എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അതേസമയം തന്നെ രണ്ടാമത്തെ കാര്യമാകട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. സ്വാഭാവികമായും ഒരു സാംസ്കാരിക നായകൻ തന്നെ സർക്കാരിനെയും സർക്കാരിന്റെ പ്രവൃത്തിയെയും വിമർശിക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയാൽ അത് തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടി ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, വരിവരിയായി എഴുത്തുകാരടക്കം അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരടക്കം ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഗുണകരമാകില്ല എന്നും CPM വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ഈ വിവാദം, ആ ചർച്ച അത് അവസാനിപ്പിക്കുകയാണ് CPM ലക്ഷ്യം വയ്ക്കുന്നത്. അനുജ, ശരി, അതാണ്. ഏതായാലും MT വാസുദേവൻ നായരുടെ വിമർശനം, അതിൽ വിവാദം തുടരുന്നു. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇന്നും നമ്മൾ കേൾക്കുകയാണ്. എന്നാൽ ഇനി ഈ വിഷയത്തിൽ കക്ഷി ചേരേണ്ടതില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനമുണ്ടായത്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്, ഭക്തിസാന്ദ്രമായി എരുമേലി പേട്ടതുള്ളൽ. അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ പൂർത്തിയായി. ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ പുരോഗമിക്കുകയാണ്. ആകാശത്ത് പൊന്നക്ഷത്രം തിളങ്ങുന്നതോടെയാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ കൊച്ചമ്പലത്തിൽ നിന്ന് പുറപ്പെടുന്നത്. എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് MG പ്രതീഷും ബാവരുപള്ളിയിൽ നിന്ന് ശ്രീകുമാരനും തത്സമയം. ആദ്യം MG പ്രതീഷിലേക്ക്. പ്രതീഷ്, പേട്ടതുള്ളൽ തുടങ്ങിയോ ആലങ്ങാട് സംഘത്തിന്റെ? അനുജ, മണ്ഡലം മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ആലങ്ങാട് ദേശത്തിന്റെ പേട്ടതുള്ളൽ എരുമേലിയിൽ പുരോഗമിക്കുകയാണ്. അല്പം മുമ്പാണ് ഈ കൊച്ചമ്പലത്തിൽ നിന്നും ഈ പേട്ടതുള്ളൽ ആരംഭിച്ചത്. ഈ അമ്പലപ്പുഴ സംഘത്തോടൊപ്പം വാവരും പോയി എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ആലങ്ങാട് നിന്നുള്ള പേട്ടതുള്ളൽ സംഘം വാവരുപള്ളിയിൽ കയറാതെയാണ് പോകുന്നത്. വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണ് എരുമേലിയിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എരുമേലി നഗര ദൃശ്യങ്ങളാണ്. വലിയ തരത്തിൽ ജനങ്ങളുടെ വലിയ തിരക്കുണ്ട്. ഭക്തരാൽ സമ്പന്നമാണ് ഈ എരുമേലി നഗരം. ഒപ്പം വാദ്യമേളങ്ങളുടെയും കാവടിയാട്ടത്തിന്റെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെയാണ് എരുമേലിയിൽ പേട്ടതുള്ളൽ
പേട്ടതുള്ളൽ പുരോഗമിക്കുന്നത്. രാവിലെ അമ്പലപ്പുഴ ദേശത്തിന്റെ പേട്ടതുള്ളലാണ് കഴിഞ്ഞത്. വാവരുപള്ളിയിലടക്കം ദർശനം നടത്തിയ ശേഷമാണ് അമ്പലപ്പുഴ ദേശം ഇവിടെ നിന്ന് മടങ്ങിയത്. എരുമേലി പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട ഉയർന്നുവരുന്ന ഓരോ കാര്യങ്ങളും മത സൗഹാർദ്ദത്തിന്റെ വലിയ സന്ദേശങ്ങളാണ്. ഈ കൊച്ചമ്പലത്തിൽ നിന്ന് ഈ പേട്ടതുള്ളി പുറപ്പെട്ട വാവരുപള്ളിയിൽ ദർശനം നടത്തിയ ശേഷമാണ് ഓരോ ഭക്തരും മടങ്ങുന്നത്. വലിയ ആവേശത്തോടെയാണ് ഓരോ ഭക്തരും ഈ പേട്ടതുള്ളലിനെ വരവേറ്റത്. നിരവധി തീർത്ഥാടകരാണ് രാവിലെ മുതൽ തന്നെ എരുമേലിയിൽ പേട്ടതുള്ളലിനായി എത്തിയത്. ഇപ്പോഴും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. ഇതര സംസ്ഥാനത്ത് നിന്നുള്ള തീർത്ഥാടകരടക്കം വലിയ തിരക്ക് എരുമേലിയിൽ അനുഭവപ്പെടുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ആലങ്ങാട് ദേശത്തിന്റെ പേട്ടതുള്ളൽ അവസാനിക്കും. രാവിലെ മുതൽ തന്നെ ഈ പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ എരുമേലിയിൽ തുടങ്ങിയിരുന്നു. അത് ഓരോ മണിക്കൂറുകളിലും കൂടുതൽ തീർത്ഥാടകർ എത്തി വാദ്യമേളങ്ങളോടെയും ചമയങ്ങളും ഒപ്പം ഈ ഛായങ്ങളും മുഖത്ത് പൂശിയാണ് തീർത്ഥാടകർ ഓരോരുത്തരും പേട്ടതുള്ളലിന് എത്തിയത്. എന്തായാലും ആ ആഘോഷം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ പേട്ടതുള്ളലിന് ശേഷമായിരിക്കും തീർത്ഥാടകർ പിന്നീട് പമ്പയിലേക്ക് നീങ്ങുന്നത്. ഈ മാസം 15-ാം തീയതിയാണ് ശബരിമല മകരവിളക്ക് തീർത്ഥാടനം നടക്കുക. വലിയ തരത്തിലുള്ളൊരു തീർത്ഥാടന തിരക്ക് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വളരെ മനോഹരവും വളരെ ഭക്തരാൽ സമ്പന്നവുമായിരുന്നു ഇത്തവണത്തെയും എരുമേലി പേട്ടതുള്ളൽ. എന്തായാലും വലിയ തീർത്ഥാടന തിരക്ക് നമുക്ക് ഈ റോഡിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കണ്ണത്താ ദൂരത്ത് അത്രയും തീർത്ഥാടകരുടെ വലിയ തിരക്കാണ്. റോഡ് കാണാൻ കഴിയാത്ത തരത്തിൽ ഈ പേട്ടതുള്ളൽ കാണാൻ തീർത്ഥാടകരുടെ ഒരു പ്രവാഹമാണ് ഈ എരുമേലി നഗരത്തിലേക്കുള്ളത്. എന്തായാലും വലിയ തരത്തിൽ ഭക്തജനങ്ങൾ എത്തുന്നു. ഈ ജനങ്ങളടക്കം പേട്ടതുള്ളലിനെ വരവേറ്റുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്നു. എന്തായാലും ഈ 15-ാം തീയതി മകരവിളക്കോടനുബന്ധിച്ചുള്ള വലിയ ഒരുക്കങ്ങൾ എരുമേലിയിലും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് അടക്കം താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും തിരക്ക് പ്രമാണിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ അല്പസമയത്തിനകം പൂർത്തിയാകും. അതിന്റെ അവസാനഘട്ട ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അനുജ, എരുമേലി പേട്ടതുള്ളലിൽ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം അത് പൂർത്തിയാകും. പൊന്നക്ഷത്രം ആകാശത്ത് കണ്ടതോടെയാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങിയത്. അല്പസമയത്തിനകം അത് പൂർത്തിയാകും എന്നതാണ്. പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സന്നിധാനത്തൊക്കെ ഭക്തരുടെ തിരക്ക് കുറവുണ്ട് എന്ന്. കാരണം സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കുന്നു. മകരവിളക്കുമായി ബന്ധപ്പെട്ടൊക്കെ ചില നടപടിക്രമങ്ങളൊക്കെ ദേവസ്വം ബോർഡ് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ തിരക്ക് സന്നിധാനത്തുമൊക്കെ കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. മകരവിളക്കിന് മുന്നോടിയായുള്ള പേട്ടതുള്ളലാണ് ഇപ്പോൾ നടക്കുന്നത്. അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ രാവിലെ നടന്നിരുന്നു. കൃഷ്ണപ്പരന്ത് വട്ടമിട്ട് പറഞ്ഞതോടെയാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ രാവിലെ തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലാണ്. അത് പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം അതും പൂർത്തിയാകും. പിന്നീട് നാളെ തിരുവാഭരണ ഘോഷയാത്രയുണ്ടാകും. ഇതെല്ലാം മകരവിളക്കിന് മുന്നോടിയായി നടക്കുന്ന ചടങ്ങുകളാണ്. വലിയ ഭക്തജന തിരക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ഇനി വിനീതയുടെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ കേസിൽ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. വിനീതയെ പ്രതിയാക്കിയ സാഹചര്യം എന്തെന്ന് വ്യക്തമാക്കണം എന്ന് കോടതി പറഞ്ഞു. കേസിൽ തെളിവുകൾ ഹാജരാക്കാത്ത പ്രോസിക്യൂഷൻ സിംഗിൾ ബെഞ്ച് സർക്കാരിനോട് വിശദീകരണം തേടി. കേസ് ഈ മാസം 22-ന് വീണ്ടും പരിഗണിക്കും. പോലീസിനെ സർക്കാർ ദുരുപയോഗം ചെയ്തതിന്റെ ഉദാഹരണമാണ് 24 റിപ്പോർട്ടർക്കെതിരെയുള്ള കേസെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ പ്രതികരിച്ചു. വിമർശിക്കുന്നവരെ ഭയപ്പെടുത്തി അടിച്ചമർത്തേണ്ടെന്നും ഹൈക്കോടതി മുൻ ജഡ്ജി മുന്നറിയിപ്പ് നൽകി. ഭയപ്പെടുത്തുക. ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. ആളുകളെ മടുപ്പിക്കും. പിന്നെ ഞങ്ങൾ എന്തിനാ ഇത് ഈ ശല്യത്തിന് വരുന്നത് എന്നുള്ള ഒരു തോന്നലും ആളുകളിൽ ഉണ്ടാകും. അതിനുവേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ്. ഈ പോലീസിനെ ഉള്ള ആ ദുരുപയോഗം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ പോലീസ് നല്ല ഖ്യാതി ഉണ്ടായിരുന്ന പോലീസ് ആണ്. അവര് പലരും, അതായത് നല്ല ഭൂരിപക്ഷം ആളുകളും ഇവരുടെ കയ്യിലെ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ കളിപ്പാകളും പിണിയാളുകളുമായിട്ട് അവരെ മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വിനീത വിജിക്കെതിരായ കേസിൽ സർക്കാർ തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തണമെന്ന് KUWJ ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകരെ പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ടെന്ന് KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി R. കിരൺ ബാബു പറഞ്ഞു.
ഇപ്പോൾ കോടതി തന്നെ പത്രപ്രവർത്തക യൂണിയനും പൊതുസമൂഹവും ഉന്നയിച്ച ആവശ്യം ശരിയായതാണ്, ഇങ്ങനെ ഒരു കേസെടുക്കുന്നത് തെറ്റായ നീക്കമാണ്, അല്ലെങ്കിൽ അത് നിയമവ്യവസ്ഥയെ വളച്ചൊടിക്കലാണ് എന്നുള്ളത് കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനിയെങ്കിലും സർക്കാർ ആ തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തിരുത്തുകയാണ് വേണ്ടത്. ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു ഭരണകൂടത്തിന് യോജ്യമായ രീതിയല്ല അത്. ഏതോ ആരെയോ ഭയപ്പെടുന്നു അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വരുന്നതിനെ മാധ്യമപ്രവർത്തകരെ പിന്തിരിപ്പിക്കുക എന്നതിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഇതെന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്നുവെന്ന് പൊതുപ്രവർത്തകൻ CR നീലകണ്ഠൻ പറഞ്ഞു. UP-യിലായാലും കേരളത്തിലായാലും അധികാരിയെ ചോദ്യം ചെയ്താൽ ഒരുപോലെയെന്ന് CR നീലകണ്ഠൻ കുറ്റപ്പെടുത്തി. ഞങ്ങളിതാ ഇവർക്കെതിരായി ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായുള്ള ബദൽ നയങ്ങളാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഈ ബദൽ നയങ്ങളൊന്നുമില്ല. അധികാരിയെ ചോദ്യം ചെയ്താൽ അത് കേരളമായാലും ഉത്തർപ്രദേശ് ആയാലും ഒരേ അവസ്ഥയാണ് എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക. റിപ്പോർട്ട് ചെയ്താണ്. ഇതിപ്പോ ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ നമ്മൾ പറയാറുണ്ട്, കാര്യം പറയുന്നവനെ അടിക്കുക. അപ്പൊ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം എന്നത് വളരെ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് നമ്മളിത് കാണേണ്ടത്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, 20 ദിവസം കഴിഞ്ഞിട്ടും ഒരു തെളിവ് പോലും, ഏറ്റവും ഗൗരവതരമായ വകുപ്പുകളൊക്കെ ചുമത്തി, പക്ഷേ ഇതിന് ആസ്പദമായ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രോസിക്യൂഷന് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കൂടുതൽ സമയം ചോദിച്ചിരിക്കുകയാണല്ലോ പ്രോസിക്യൂഷൻ. തീർച്ചയായും അനുജ, ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണനയ്ക്കെടുത്തത്. ആദ്യം തന്നെ ഏത് സാഹചര്യത്തിലാണ് വിനീതയെ ഈ കേസിൽ പ്രതി ചേർത്തത് എന്നുള്ളതായിരുന്നു കോടതിയുടെ ചോദ്യം. അതിലൊരു വിശദീകരണം നൽകാൻ സർക്കാർ അഭിഭാഷകന് സാധിച്ചില്ല, പ്രോസിക്യൂഷന് സാധിച്ചില്ല. എന്തായാലും വിശദീകരണത്തിന് വേണ്ടി കൂടുതൽ സമയം ആവശ്യപ്പെടുകയാണ് ആദ്യം തന്നെ പ്രോസിക്യൂഷൻ ചെയ്തത്. അതുപ്രകാരം വരുന്ന 22-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. അന്ന് ഏത് സാഹചര്യത്തിലാണ് കേസെടുത്തത്, എന്താണ് ഇതിലെ തെളിവുകൾ എന്നടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇതിനു മാത്രമുള്ള തെളിവ് പ്രോസിക്യൂഷന്റെ കയ്യിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് 22-ാം തീയതി എങ്ങനെ ഹാജരാക്കുമെന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. എന്തായാലും ഈ 20 ദിവസം, കഴിഞ്ഞ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, 20 ദിവസം പിന്നിട്ടിട്ടും വ്യക്തമായ തെളിവുകളോ അതുമായി ബന്ധപ്പെട്ട രേഖകളോ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ ആയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്നും സർക്കാർ പ്രോസിക്യൂഷൻ ഒഴിഞ്ഞു മാറുകയാണ്. ആദ്യഘട്ടത്തിൽ കേസെടുത്തപ്പോൾ വിശദമായ തെളിവുകൾ, ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നുള്ളതായിരുന്നു പോലീസിന്റെയും ഒപ്പം സർക്കാർ വൃത്തങ്ങളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട വാദം. എന്നാൽ അതെല്ലാം പൊളിയുന്നതാണ് ഇന്ന് കോടതിയിൽ കണ്ടത്. ഇനി എന്തായാലും നിർണായകമായ ദിവസമാണ് 22-ാം തീയതി. അന്ന് എന്ത് തെളിവാണ് പോലീസിന് ഹാജരാക്കാനുള്ളത്, പ്രോസിക്യൂഷൻ ഹാജരാക്കാനുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും 22-ാം തീയതി ഇതേ ബെഞ്ച് തന്നെ വീണ്ടും ഈ കേസ് പരിഗണിക്കും. അതാണ് ഏത് സാഹചര്യത്തിലാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് ചോദ്യം ഇന്ന് കോടതിയിൽ നിന്നുണ്ടാകുന്നു. 20 ദിവസമായിട്ടും ഒരു തെളിവ് പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി 22-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ എന്താകും പ്രോസിക്യൂഷൻ ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഏറെ നിർണായകം. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. കൈവട്ട കേസിലെ മുഖ്യപ്രതി സവാദ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒളിവിൽ കഴിഞ്ഞത് 8 വർഷം. വളപട്ടണം, ഇരിട്ടി, മട്ടന്നൂർ എന്നിവിടങ്ങളിൽ വാടക വീടുകൾ തരപ്പെടുത്താനും വിവാഹത്തിനും SDPI സഹായം ലഭിച്ചുവെന്നും NIA വിശദീകരിക്കുന്നു. സവാദുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ NIA സംഘം കാസർഗോട്ടെത്തി. കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് എത്തിയത്. സവാദിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തേക്കും. അതേസമയം സവാദിന്റെ ക്രിമിനൽ പശ്ചാത്തലം അറിയില്ലായിരുന്നുവെന്ന് ഭാര്യ 24-നോട് പറഞ്ഞു. സവാദ് എന്ന പേര് മാത്രമാണ് സർട്ടിഫിക്കറ്റിൽ കണ്ടതെന്നും യുവതി 24-നോട് പറഞ്ഞു. അവരുടെ പ്രതികരണം: ഇവര് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് അറിയായിരുന്നോ? ഇല്ല, എനിക്കറിയില്ലായിരുന്നു. കസ്റ്റഡിയിൽ പേര് അങ്ങനെ ഉണ്ടെന്ന് ഒരു പ്രാവശ്യം സർട്ടിഫിക്കറ്റിൽ കണ്ടല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും കഥകളൊന്നും അറിയില്ല. സജോ ദേവസ്യയും അരുൺ പൂപ്പറമ്പയും വിശദാംശങ്ങളുമായി. ആദ്യം സജോ ദേവസ്യ, ഇന്നലെ നമ്മൾ പറഞ്ഞതിൽ അപ്പുറത്തേക്ക് കുറച്ചുകൂടി വിവരങ്ങൾ, അത് കൃത്യമായി എത്ര വർഷം എവിടെയൊക്കെ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ളതിന്റെ വിവരങ്ങളാണോ ഇന്നിപ്പോൾ NIA പുറത്തുവിട്ടിട്ടുള്ളത്? കൂടുതലായി എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്? അനുജ, 13 വർഷമാണ് കൈവട്ട് കേസിലെ മുഖ്യപ്രതി സവാദ് ഒളിവിൽ കഴിഞ്ഞത്. ഇതിൽ 8 വർഷവും കണ്ണൂരിലാണ് ഒളിവിൽ കഴിഞ്ഞത് എന്ന് വ്യക്തമാവുകയാണ്. 5 വർഷം വളപട്ടണം മന്ന എന്ന് പറയുന്ന സ്ഥലത്ത് വിവിധയിടങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചു. ഇതിനിടെയാണ് വിവാഹം നടക്കുന്നത്. വിവാഹത്തിന് ശേഷവും വളപട്ടണത്തേക്ക് തന്നെ എത്തി വളപട്ടണത്ത് താമസിച്ചു. അതിനുശേഷം ഇരിട്ടിക്കടുത്ത വിളക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് 2 വർഷം താമസിച്ചു. 1 വർഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ NIAയുടെ അറസ്റ്റിലാകുന്ന മട്ടന്നൂർ ബേരം എന്ന് പറയുന്ന സ്ഥലത്തും താമസിച്ചു. ഇവിടങ്ങളിലെല്ലാം
വാടക വീട് തരപ്പെടുത്തി നൽകാൻ SDPIയുടെ ഇടപെടലുണ്ടായി. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആ ഘട്ടത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ നേതാക്കളുടെ സഹായവും ഇതിനെല്ലാം ലഭ്യമായി. വിവാഹത്തിന് ശേഷം ഭാര്യയുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് ഈ ഇടങ്ങളിലൊക്കെ വാടക വീട് തരപ്പെടുത്തിയത്. അവിടങ്ങളിലെല്ലാം ഷാജഹാൻ എന്ന പേരാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇദ്ദേഹം പിന്നീട് കുട്ടിയുടെ ജനനരേഖയിലും 2 കുട്ടികളാണുള്ളത്. ഇളയ കുട്ടിയുടെ ജനനരേഖയിലും മൂത്ത കുട്ടിയെ സ്കൂളിൽ ചേർത്തപ്പോഴും സവാദ് എന്ന പേര് തന്നെയാണ് ഉപയോഗിച്ചത്. ഒപ്പം ഈ സമയങ്ങളിലൊക്കെ ഈ സിം കാർഡുകൾ പല സിം കാർഡുകളായി പല ആളുകൾ എടുത്തു നൽകിയ സിം കാർഡുകൾ മാറി മാറി ഉപയോഗിച്ചു. ഒപ്പം കൂടുതൽ ആശയവിനിമയത്തിന് ചില SDPI നേതാക്കൾ ബന്ധുക്കൾ അല്ലെങ്കിൽ സഹായം നൽകിയ ആളുകളുമൊക്കെയായി തുടർച്ചയായി ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൊബൈൽ ഫോൺ തന്ത്രപരമായി വാങ്ങിയതിനു ശേഷം അതുപയോഗിച്ച് ഫോൺ വിളിച്ചു. അതിലെ ഒരു ഫോൺ കോൾ ആണ് ഈ കേസിൽ വഴിത്തിരിവായി മാറിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം മരപ്പണിയാണ് ചെയ്തിരുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു പഴക്കടയിൽ ജോലിക്കാരനായി നിന്നു. പിന്നീട് സ്വന്തമായി പഴക്കച്ചവടം ചെയ്തു. അതിനുശേഷം മരപ്പണി പഠിക്കാൻ പോയി. പിന്നീട് ആ പണി പഠിച്ചതിന് ശേഷം തുടർച്ചയായി 2-3 കരാറുകാരുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അറസ്റ്റിലാകുന്നതിന് മുൻപും ഇദ്ദേഹം മട്ടന്നൂർ ബേരത്തെ ഒരു നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ മരപ്പണി ചെയ്യുകയായിരുന്നു. ഈ തൊഴിലുകളെല്ലാം സംഘടിപ്പിച്ചു നൽകുന്നതിനും പ്രാദേശികമായി SDPIയുടെ സംഘടനാ സഹായം ലഭ്യമായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ NIAയുടെ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. പോലീസിന്റെയും വിശദമായ പരിശോധന നടക്കുന്നുണ്ട്. ഇവരെല്ലാം പോലീസ് വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാലം, അതായത് നേരത്തെ ആദ്യഘട്ടത്തിൽ പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഇദ്ദേഹം പുറത്തേക്ക് പോയി, വിദേശത്തേക്ക് പോയി പലയിടങ്ങളിലായി കഴിഞ്ഞു എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ 8 വർഷക്കാലയളവ് കണ്ണൂരിൽ മാത്രമാണ്. കുറച്ചു കാലം കാസർഗോഡാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. 8 വർഷക്കാലത്തോളം കണ്ണൂരിൽ തന്നെ താമസിച്ചു എന്നതിന് തെളിവുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഇദ്ദേഹം താമസിച്ച എല്ലാ ലൊക്കേഷനും ഇതിനകം തന്നെ NIA ലൊക്കേറ്റ് ചെയ്യുകയും ആ ഇടങ്ങളിലൊക്കെ പരിശോധനയും അന്വേഷണവും നടക്കുകയും ചെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഏറ്റവും ഒടുവിൽ താമസിച്ച വാടക വീടിന്റെ ഉടമ പറയുന്നത് ഇത് വാടകയ്ക്ക് നൽകുന്നതിന് വേണ്ടി പരസ്യമുണ്ടായിരുന്നു. ഒരാൾ സമീപിച്ചു. അപ്പോൾ സ്ത്രീയുടെ തിരിച്ചറിയൽ രേഖകളാണ് നൽകിയത്. അതനുസരിച്ച് വാടക കരാർ എഴുതി. മറ്റ് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്നാണ് അവരുടെ വാദം. ആ വാദം വേണമെങ്കിൽ മുഖവിലക്കെടുക്കാം. എന്നാൽ മറ്റു പലരും നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ ഇപ്പോൾ NIA മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം. കാരണം ഇത്ര കാലം വിദഗ്ധമായി ഐഡന്റിറ്റി മറച്ച് വിവാഹം നടന്നു, ഒപ്പം ഇത്രയും തൊഴിലുകൾ ചെയ്തു, ഇത്രയിടങ്ങളിൽ താമസിച്ചു, അതിനെല്ലാം സഹായം ലഭ്യമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് NIAയുടെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതാണ് NIAയുടെ അന്വേഷണം. ഇപ്പോൾ NIA സംഘം കാസർഗോഡ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ് കൂടിയുണ്ട്. അരുൺ, കൊച്ചിയിൽ നിന്നുള്ള സംഘം കാസർഗോഡ് എത്തിയിരിക്കുന്നു. അവർ എവിടെയാണ്, ഏത് തരത്തിലുള്ള അന്വേഷണമാണ് അവിടെ നടത്തുന്നത്? ഭാര്യയുടെയൊക്കെ പ്രതികരണം നമ്മൾ നേരത്തെ കേൾക്കുമ്പോൾ അതും മുഖവിലക്കെടുക്കാൻ NIA സംഘം തയ്യാറാണോ? അനുജ, കാസർകോട്ടെ സവാദിന്റെ പശ്ചാത്തലം NIA വിശദമായി അന്വേഷിക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. NIA സംഘം ഉച്ചയോടെ തന്നെ കാസർഗോട്ട് എത്തിയിട്ടുണ്ട്. അവർ മഞ്ചേശ്വരത്തുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതുവരെ ആ സവാദിന്റെ ഭാര്യ വീട്ടിൽ അവരെത്തിയിട്ടില്ല. മഞ്ചേശ്വരത്താണ് ഭാര്യയുടെ വീടുള്ളത്. അവിടെ ഇതുവരെ എത്തിയിട്ടില്ല. എന്നാൽ അവർ ഏത് രീതിയിലാണ് ഈ ഭാര്യയെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ നൽകിയിട്ടുള്ള മൊഴി പൂർണ്ണമായും NIA വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രധാനമായും ഈ സവാദിന്റെ ഭാര്യ പിതാവ് ഉൾപ്പെടെ പറഞ്ഞത് വിവാഹത്തിന് ശേഷം കാസർഗോട്ട് താമസിച്ചിട്ടില്ല, പിന്നീട് കണ്ണൂരിലേക്ക് പോയി, പിന്നീട് കണ്ണൂരായിരുന്നു താമസം, കാസർഗോഡുമായി ഒരു ബന്ധവുമില്ല എന്ന തരത്തിലാണ് മൊഴി നൽകിയത്. അങ്ങനെ തന്നെയാണ് നേരത്തെ ഇതിന്റെ പശ്ചാത്തലം ഉൾപ്പെടെ ഇവർക്ക് അറിയില്ല എന്നുകൂടി ഇന്ന് ആ ഭാര്യ പറഞ്ഞിരുന്നു. അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ഈ മഞ്ചേശ്വരത്ത് ഉൾപ്പെടെയുള്ള പശ്ചാത്തലം കൂടി NIAയുടെ അന്വേഷണ പരിധിയിലുണ്ട്. ശരി, കാസർഗോട്ടേക്ക് എത്തുമ്പോൾ അതിൽ പല കാര്യങ്ങൾ NIAക്ക് ഇനി അന്വേഷിച്ചറിയേണ്ടതുണ്ട് സവാദുമായി ബന്ധപ്പെട്ട്. ഇനി ബിസിനസ് വാർത്തകളിലേക്കാണ്. മാർക്കറ്റ് വ്യൂവുമായി സൂര്യശ്രീ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. നമസ്കാരം. മാർക്കറ്റ് വിപണിയിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. വാരാന്ത്യത്തിൽ റെക്കോർഡിട്ട് ഓഹരി വിപണികൾ. നിഫ്റ്റി പുതിയ ഉയരമായ 21,894. ആഗോള വിപണികളിലെ നഷ്ടം ഇന്ത്യൻ വിപണിയെ ബാധിച്ചില്ല. പണപ്പെരുപ്പ വളർച്ചാ നിരക്കുകൾ ഉറ്റുനോക്കി നിക്ഷേപകർ. വിപ്രോ പാദഫലങ്ങളിൽ ഇടിവ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതു ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി. പ്രതിദിനം 70,000 വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നുപോകും. മെച്ചപ്പെട്ട കണക്ടിവിറ്റിയും അടിസ്ഥാന സൗകര്യ വികസനവും നവി മുംബൈയെ വികസന കുതിപ്പിലെത്തിക്കുമെന്ന് വിദഗ്ധർ. മുംബൈയിലെ റിയൽ എസ്റ്റേറ്റ് വിപണി വലിയ ഉയരങ്ങളിലെത്തും. 2.5 കിലോമീറ്റർ യാത്രയ്ക്ക് 50 രൂപ ടോൾ.
പണപ്പെരുപ്പ സമ്മർദ്ദത്തിൽ ചൈന തുടർച്ചയായ മൂന്നാം മാസവും മാന്ദ്യസൂചന കാണിച്ച് ഉപഭോക്തൃവില സൂചിക. ചരക്ക് വില കുറഞ്ഞതും ദുർബലമായ ആഭ്യന്തര വിദേശ ഡിമാൻഡും തിരിച്ചടിയായി. ചൈനീസ് കയറ്റുമതി 2016 ശേഷം ആദ്യമായി പോയ വർഷത്തെ അപേക്ഷിച്ച് 4.6% കുറഞ്ഞു. രാജ്യത്തെ വാഹന വിപണി ടോപ്പ് ഗിയറിൽ. ഡിസംബറിൽ യാത്രാ വാഹന വിൽപ്പന 4% ഉയർന്ന 2,86,390 യൂണിറ്റിലെത്തിയെന്ന സിയാം. ഇരുചക്ര വാഹന വിൽപ്പനയിൽ 16% വർധന. ഹൂതികൾക്കെതിരായ പാശ്ചാത്യ ആക്രമണത്തിന് പിന്നാലെ കുതിച്ചു കയറി റഷ്യൻ കറൻസി. റൂബിൾ ഡോളറിനെതിരെ 7 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഡോളറിനെതിരെ 0.56% വരെ ഉയർന്നു. യൂറോയ്ക്കെതിരെ 0.5% വർധന. ഇനി ഇന്നത്തെ മാർക്കറ്റിന്റെ പ്രകടനങ്ങളിലേക്കാണ്. പുതിയ ഉയരങ്ങൾ കീഴടക്കി ഓഹരി വിപണി ഇന്ന് റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. രാവിലെ ഉണ്ടായിരുന്ന ഒരു ഉണർവ് ഇന്ന് ക്ലോസിംഗ് ബെല്ലിന്റെ സമയത്തും പ്രകടമായി കാണാൻ സാധിക്കും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റി റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. 21,900 എന്ന മാജിക്കൽ നമ്പറിലേക്ക് കടന്ന് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 21,894.55 എന്ന പോയിന്റിലാണ്. അതായത് 247 പോയിന്റ് കടന്നാണ് ഇന്ന് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ പ്രധാന സൂചികളിലെല്ലാം തന്നെ ഇന്നൊരു വളർച്ചയുടെ ഒരു പ്രതിഫലനം കാണാനായിട്ട് സാധിച്ചിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ്സ് ആയാലും നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ഒക്കെ തന്നെയായാലും ഇന്നൊരു പച്ച കത്തിയ ദിവസമായിരുന്നു. ഇന്ന് വളർച്ചയുടെ പാതയിലായിരുന്നു നിഫ്റ്റിയുടെ ഓഹരികളെല്ലാം തന്നെ. നിഫ്റ്റിയിൽ എന്നാൽ ഏറ്റവും കൂടുതൽ ലാഭം രേഖപ്പെടുത്തിയത് നിഫ്റ്റി ബാങ്ക് ഷെയർസുകളാണ്. നിഫ്റ്റി ബാങ്കിൽ 47,709.80 എന്ന പോയിന്റിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 271 പോയിന്റ് ഉയർന്നാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻസെക്സ് ആണെങ്കിലും ഇന്ന് സെൻസെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആയ സെൻസെക്സ് 72,568 പോയിന്റിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 847 പോയിന്റ് ഉയർന്നാണ് ഇന്ന് സെൻസെക്സിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ബാങ്കിന്റെ നിലവിലെ ബാങ്ക് ഓഹരികളൊക്കെ തന്നെയും വളർച്ചയുടെ ഒരു പാതയിലാണ്. IT കമ്പനികൾ അവരുടെ കണക്കുകൾ പുറത്തുവിട്ടു. വളർച്ചാ നിരക്കിലൊക്കെ തന്നെ ഒരു വളർച്ച ഉണ്ടായതെല്ലാം തന്നെ ഓഹരി വിപണികളിൽ പ്രകടമാണ്. എന്നാൽ വിപ്രോയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണക്കുകളിൽ അല്പം തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. എന്നാൽ അതൊന്നും തന്നെ നിലവിലെ ഇന്നത്തെ മാർക്കറ്റിനെ സ്വാധീനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിരിക്കും. ഒരു വളർച്ചയുടെ പാതയിലായിരുന്നു ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ്. ഇനി ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇന്നത്തെ ഗോൾഡ് റേറ്റ് 24 ക്യാരറ്റിന് 62,371 രൂപയാണ്. നിലവിൽ 22 ക്യാരറ്റിന് 57,600. ഒരു ഇടിവ് 22 ക്യാരറ്റ് ഗോൾഡിന് ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ പ്രിൻസ് ജോർജ് ആണ് നമ്മളോടൊപ്പം ചേർന്നത്. ശ്രീ പ്രിൻസ് ജോർജ്, ഇന്ന് ഒരു ഹാപ്പി ട്രേഡ് എൻഡിങ് ഡേ എന്ന് തന്നെ പറയാം. ട്രേഡ് വീക്കിൽ നിക്ഷേപകർക്കൊക്കെ തന്നെ ആശ്വാസകരമാകുന്ന, പ്രതീക്ഷയാകുന്ന, ഉണർവേകുന്ന കാര്യങ്ങളാണ് ഇന്ന് ഓഹരി വിപണിയിൽ സംഭവിച്ചിട്ടുള്ളത്. നിഫ്റ്റി വളരെ നന്നായി ഉണർന്നു, അത് റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കാം IT കൂടാതെ മറ്റെന്തൊക്കെ ഫാക്ടർ ആയിരിക്കാം ഇന്ന് വിപണിയെ സ്വാധീനിച്ചിരിക്കുന്നത്? ഗുഡ് ഈവനിങ്. 24ന്റെ പ്രേക്ഷകർക്കും നിക്ഷേപകർക്കും ഒക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. കാരണം ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ലെവൽ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് വന്നു. ഇതൊരു ഓൾ ടൈം റെക്കോർഡാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പം ഇന്ത്യൻ മാർക്കറ്റുകളുടെ ഒരു സ്ട്രെങ്ത് തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അൺസർട്ടനിറ്റി എന്തായിരുന്നു ചോദിച്ചാൽ ഈ IT കമ്പനികളുടെ റിസൾട്ട് വരുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് വരുമോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. ഇൻഫോസിസിൻ്റെയും TCSൻ്റെയും റിസൾട്ട് അത്ര മോശമായില്ല. അതാണ് ഇതിനൊരു ട്രിഗർ ആയത്. അപ്പോൾ ഒരു റേഞ്ചിൽ നിന്നിരുന്ന മാർക്കറ്റ് ആ 21,750 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി മുകളിലേക്ക് വന്നപ്പോൾ ശക്തമായിട്ടുള്ള ഷോർട്ട് കവറിങ്ങും പിന്നെ ഒത്തിരി പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ ബൈയിങ്ങും ഒക്കെ വന്നിട്ടുണ്ടെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഏതായാലും മാർക്കറ്റ് വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ത്യൻ ഓഹരി വിപണികൾ ലോകത്ത് മറ്റ് വിപണികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിനുള്ളത്. ഇന്ത്യൻ റുപ്പിയുടെ വില 83 താഴേക്ക് വന്ന് കുറച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസ് നിൽക്കുകയും ഇന്ത്യൻ മാർക്കറ്റുകളിൽ അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യുന്നു. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള സിറ്റുവേഷൻ തന്നെയാണ്. അതെ, വളരെ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് ഓഹരി വിപണിയിലൊക്കെ തന്നെ നിൽക്കുന്നത്. അടുത്ത ആഴ്ച നിഫ്റ്റി 22,000 കടന്നേക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് നിക്ഷേപകരെല്ലാം തന്നെ. മാർക്കറ്റ് വ്യൂവിന്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം വ്യാപകം.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. കണ്ണൂരിലും കോട്ടയത്തും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയുണ്ടായ ലാത്തി ചാർജിൽ പ്രവർത്തകർക്ക് പരുക്കേറ്റു. കണ്ണൂരിൽ വനിതാ പ്രവർത്തകയുടെ തലമുടി പോലീസ് ചവിട്ടിപ്പിടിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പ്രവർത്തകയുടെ കണ്ണിന് ലാത്തി കൊണ്ട് അടിയേറ്റുവെന്നും വസ്ത്രം കീറിയെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. കണ്ണിന് പരിക്കേറ്റ ഞങ്ങളുടെ സഹപ്രവർത്തകരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ധീരമായ പ്രവർത്തനങ്ങൾക്കിടെയാണ് പോലീസ് ഈ നരാധമായ പ്രവർത്തനം ഞങ്ങളോട് കാണിച്ചത്. ഒരു പോലീസുകാർ ഇങ്ങനെ ചെയ്തത് ശരിക്കും പരമറിയ പിണറായിന്റെ പോലീസ് തന്നെയാണെന്ന് ഇവർ തെളിയിച്ചിരിക്കുകയാണ്. വയറിനെ ചവിട്ടി എന്റെ ഡ്രസ്സ് മൊത്തം വലിച്ചു കീറുകയായിരുന്നുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ അവിടെ കണ്ടിട്ടുണ്ടാവുമല്ലോ, റിപ്പോർട്ട് ചെയ്തതല്ലേ നിങ്ങളൊക്കെ. കാലുകൊണ്ട് അവർ വലിച്ച് എന്റെ മുടിയാണ്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും. രാത്രി 8 മണിക്ക് സമരജ്വാല എന്ന പേരിലാണ് പ്രതിഷേധ മാർച്ച്. സജോ ദേവസിയും അല്ലമീനും വിവരങ്ങളുമായി. സജോ, ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപക പ്രതിഷേധമായിരുന്നു. അതിൽ തന്നെ കണ്ണൂരിലെ പ്രതിഷേധം കൂടുതൽ അക്രമാസക്തമായി എന്നുള്ളതാണ്. പ്രവർത്തകരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമായുള്ള അതിക്രമത്തിന് വിധേയരാക്കി എന്നൊക്കെയുള്ള പരാതികൾ ഉയരുമ്പോൾ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി തുടർ സമരങ്ങൾക്കാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. അതിന്റെ ഭാഗമായാണ് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് എത്തി കളക്ടറേറ്റിന് മുന്നിലെത്തി. ഉദ്ഘാടന പരിപാടി കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ അത് സംഘർഷത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. പിന്നാലെ 4 തവണയോളം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നേരിട്ട് ലാത്തി ചാർജിലേക്ക് കടന്നു. ഇതിനിടെ വലിയ തോതിലുള്ള ബലപ്രയോഗം നടന്നു. ഈ ബലപ്രയോഗത്തിനിടെ 4 പ്രവർത്തകർക്ക് പരിക്കേറ്റു. മറ്റു പല പ്രവർത്തകരും മർദ്ദനത്തിന് ഇരയായെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഇതിനിടെയാണ് ബലപ്രയോഗത്തിനിടെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ വീണു. അവർ പ്രതിരോധിക്കാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ മുടി പോലീസ് ഉദ്യോഗസ്ഥ ചവിട്ടി പിടിച്ചു. പിന്നീട് വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു കീറി എന്നാണ് ആരോപണം. ആ പ്രവർത്തക അത് ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ലാത്തി ചാർജ് നടക്കുന്നതിനിടെ ഒരു വനിതാ പ്രവർത്തകയുടെ മുഖത്ത് ലാത്തിയടി ഏറ്റു. അത് കണ്ണിനാണ് കൊണ്ടതെന്നാണ് ആരോപണം. ഇവരൊക്കെ പിന്നീട് ചികിത്സ തേടിയിട്ടുണ്ട്. ഗുരുതരമായി 4ഓളം പ്രവർത്തകർക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് സമീപകാലത്ത് കണ്ണൂരിൽ നടന്ന ഏതെങ്കിലും ഒരു പ്രതിഷേധത്തിന് നിയോഗിക്കാത്ത വിധം വലിയ തോതിലുള്ള ഫോഴ്സിനെ പോലീസ് നിയോഗിച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ കളക്ടറേറ്റ് പരിസരത്ത് അക്രമാസക്തമായി മാറി കണ്ണൂരിലെ പ്രതിഷേധം. അല്ലമീൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന്. അല്ലമീൻ, ഇന്നിപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. അതിൽ അക്രമാസക്തമായി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെക്കുറിച്ചൊക്കെ യൂത്ത് കോൺഗ്രസ് പരാതിപ്പെടുന്നു. അതിനുശേഷമാണ് നൈറ്റ് മാർച്ച് നടക്കാനിരിക്കുന്നത്. ഇതിപ്പോൾ ഏത് തരത്തിലേക്കാണ് പോലീസ് ഈ പ്രതിഷേധത്തെ കാണുന്നത്? പോലീസ് വിന്യാസം എങ്ങനെയാണ്? ഇതിൽ അക്രമം ഉണ്ടാകുമെന്ന മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ടോ? വലിയ ജാഗ്രതയിലാണ് ഈ സമരത്തെ നേരിടാൻ പോലീസ് സന്നാഹം തിരുവനന്തപുരത്ത് ഒരുങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. പലയിടങ്ങളിലുള്ള പ്രതിഷേധം വൈകാരികമായി മാറുന്നുണ്ട്, പ്രകോപനപരമായി മാറുന്നുണ്ട്, സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രിയാണെന്നുള്ള ആരോപണം ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപണമായി ഉന്നയിച്ചു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകി. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിലേക്ക് രാത്രി 8 മണിക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 9 മണിയോടുകൂടി ഈ പ്രതിഷേധം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിക്ക് സമീപം ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് ഏതാണ്ട് 1/2 കിലോമീറ്റർ മുന്നേ തന്നെ ഈ സാധാരണ പ്രതിഷേധങ്ങൾ തടയാറാണ് പതിവ്. രാത്രി 8 മണിക്ക് എന്നുള്ളത് ഒരുപക്ഷെ ഒരു 9 മണിയോടെയൊക്കെ ആകാം ക്ലിഫ് ഹൗസിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ച്. പോലീസിന്റെ വലിയ സന്നാഹം, സുരക്ഷ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. വടകര മുക്കാളിയിൽ കാറിന് തീപിടിച്ച ഒരാൾക്ക് ഗുരുതര പരുക്ക്. എരവട്ടൂർ സ്വദേശി ബിജുവിനാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. ആത്മഹത്യാ ശ്രമമെന്നാണ് സംശയം. പരുക്കേറ്റയാളെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വടകര മുക്കാളിയിലാണ് കാറിന് തീപിടിച്ച ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റത്. ബിജു എന്ന എരവട്ടൂർ സ്വദേശിക്കാണ് പരിക്കേറ്റത്. ആത്മഹത്യാ ശ്രമം എന്നതാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. ഇയാളെ രക്ഷപ്പെടുത്തി. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു.